രണ്ടുപേരും കൂടെ ചെടിയൊക്കെ മേടിക്കാൻ ഇറങ്ങിയതാണോ അല്ലേ? ഈ ബൊഗേൻവില്ലയോട് വല്ല താല്പര്യമുണ്ടോ? ഉണ്ടല്ലേ? ബൊഗേൻവില്ല സൂക്ഷിക്കുന്നതൊക്കെ അറിയാലോ അല്ലേ? ബൊഗേൻവില്ലയുടെ നട്ടിട്ടേ പരിപാലിക്കുന്നതൊക്കെ അറിയാലോ? ഇല്ലല്ലേ? ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളിത് ഈ പൂ കഴിയുമ്പോൾ ഇപ്പോൾ ഇത് ഒരു പൂ കഴിഞ്ഞതാണ്, ഇനി അടുത്ത കണ്ടോ മുട്ടിട്ട് വന്നിപ്പോൾ നിറച്ച് പൂ, ഇനി ഇതിലും നിറച്ച് ഫ്ലവറായിട്ട് വരും. ഈ ഫ്ലവർ ബൊഗേൻവില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മാസം കാലം അതിൻ്റെ പൂ വരുള്ളൂ. വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്നതാണ് ബൊഗേൻവില്ല. പൂ കഴിയുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് നല്ല ലെവലായിട്ടൊക്കെ നിർത്തണം. പിന്നെ അടുത്തൊരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ പിന്നെയും പൂ വരുള്ളൂ. ശീലങ്ങളെല്ലാം കട്ട് ചെയ്യണം. പൂവൊന്നും എല്ലാം കട്ട് ചെയ്ത് ചുമ്മാ അങ്ങ് നിർത്തിയാൽ മതി. അപ്പോൾ വളം, ചാണകം അല്ലെങ്കിൽ ഇച്ചിരി DAP എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് കൊടുത്ത് നല്ല ബുഷായിട്ട് വരും. അതാണ് അതിൻ്റെ ചെയ്യേണ്ടത്. ഇത് പിന്നെ ബൊഗേൻവില്ലയുടെ ഹൈബ്രിഡ് തൈകളൊക്കെയാണ് ഇതിൻ്റെ പറഞ്ഞായിരുന്നു അല്ലേ? അത് നല്ല ഇപ്പം കണ്ടാൽ കണ്ടോ, ഇത് നല്ല കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫയറോപ്പാൽ എന്നുള്ള ഇനമാണ്. എന്തോ എപ്പോഴും ഇല്ല, എന്നാലും ഒരു എനിക്ക് വന്നൊരു വർഷത്തിലൊരു 3/4% ഹൈബ്രിഡിൻ്റെ പൂ മിക്കവാറും കാണുന്നത്. പിന്നെ നനയാതെ വെക്കുക എന്നുള്ളതാണ്. മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പോവും. അതാണ്, മഴ നനഞ്ഞാൽ ഇപ്പോൾ ബൊഗേൻവില്ലയുടെ പൂവ് കൊഴിഞ്ഞു പോവും, ഇല്ലാതെയാവും. പിന്നെ എവർഗ്രീൻ നഴ്സറിയിലെ നമ്മുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതുകൊണ്ട് ഹാങ്ങിങ് ചെടികൾ കണ്ടോ. ഹാങ്ങിങ് ബൊഗേൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ അത് എല്ലാം നല്ല ചട്ടികളെന്ന് പറഞ്ഞാൽ അത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. സാധാ ലോക്കൽ ചട്ടിയാകുമ്പോൾ വേഗം പോകും, അതൊക്കെ കിടന്നോളും. അത് വർഷങ്ങളായിട്ട് കണ്ട് കണ്ടോ പൂ വരുന്നതുണ്ടോ. അതൊക്കെ എല്ലാം ഹൈബ്രിഡാണ്. അത് അങ്ങനെ കിടക്കുള്ളൂ. ഭയങ്കരമായിട്ട് പൂ വന്നാൽ ചട്ടി കാണാൻ മേലാത്ത പോലെ പൂ വരും. അത് വലിയ പഴക്കമുള്ള ചെടികളാണ്. നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് കടയുടെ ഫ്രണ്ടിൽ അത് പഴക്കമുള്ളതാണ്. ചെടിക്ക് അതാ വലുപ്പുള്ളൂ. പൂ നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് വരും, പൂവായിട്ട് കൂടുതൽ വരും. എല്ലാം കട്ട് ചെയ്ത് നമ്മൾ നിർത്തുന്നതാണ് അതിൻ്റെ. അപ്പം എവർഗ്രീൻ നഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ ഒരു വീഡിയോ ആണ്. എൻ്റെ നെയ്ബേഴ്സാണ് 2 പേര്. അവരെ ഞാൻ ഇവിടെ വെച്ച് കണ്ട് അവർ ചെടിയൊക്കെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് നിന്നപ്പോഴാണ് ഞാൻ അവരെ കാണാനിടയായത്. അപ്പം കുറച്ച് ബൊഗേൻവില്ലകളും കുറച്ച് ആർക്കേരിയ ആ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവർ തൊട്ടടുത്ത് ഈയിടെ അല്ലേ കല്യാണം കഴിഞ്ഞ എത്ര ആളായി? പുതിയ വീട് പണിത് അവിടെ വെക്കാനുള്ളതാണ്. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ എവർഗ്രീൻ നഴ്സറി വന്ന് അതിൻ്റെ ഒരു ഞാനിപ്പോൾ ഇറങ്ങി വന്നുള്ളൂ. ഒന്നും ചിലവൊന്നും ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക.